കാരണം ഇവർ പറഞ്ഞ പല കാര്യങ്ങളും ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണ്. ഈ ആസിഫയുടെ കാര്യമല്ല, രേണുസുധിയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് വിവാദം, അതുപോലെ തന്നെ സജനാനൂറുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കടത്ത് വിവാദം, ഇതെല്ലാം ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ഗണിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു ആത്മാവിന്റെ സപ്പോർട്ട് ഒരു വ്യക്തിക്കും ആവശ്യമില്ല. റൂഹിജാന് പറ്റിയ പേരാണ് നൗഷാദിക്ക് ഇട്ടിരിക്കുന്നത്, ഊഹിജാൻ. എല്ലാം ഊഹിച്ചാണ് പറയുന്നത്. കടമറ്റത്ത് കത്തനാരെയൊക്കെ അടുത്തവണ വിളിക്കണം. എന്നിട്ട് ഈ പറഞ്ഞ ആസിഫയുടെ, റിഫയുടെ, കൊല്ലസുധിയുടെ ഒക്കെ ആത്മാക്കളെ എവിടെയെങ്കിലും പാലമരത്തെ പിടിച്ച് തളച്ചിട്ട് സമരം ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത സമരത്തിന് ക്രെഡിറ്റ് എടുക്കാണ്ട് ചിലപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ആത്മാവ് പൊങ്ങി വരുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ മരിച്ച എല്ലാവർക്കും കൂടി ചേർത്ത് ഒരു ശേഷക്രിയ നടത്തിയ ശേഷം മാത്രമേ ആരെങ്കിലും ഇനി സമരവുമായിട്ട് രംഗത്തിറങ്ങാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ആത്മാവ് നിങ്ങൾ നേടുന്ന സമരവിജയത്തിന്റെ ക്രെഡിറ്റും തട്ടിയെടുക്കാണ്ട് വന്നേക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. ഇനി ഏതെങ്കിലും ഒരു സമരം തുടങ്ങുന്നതിന് മുൻപ് ഒരു ഗണപതി ഹോമവും പിന്നെ ഈ നെഗറ്റീവ് ശക്തികളെ പോസിറ്റീവ് ശക്തികളെയൊക്കെ ആവാഹിച്ച് ഏതെങ്കിലും കരങ്ങളിലൊക്കെ ആക്കി വെക്കുക. അതിനുശേഷം മാത്രം സമരം ചെയ്യുക. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജന്തർ മന്ദറിൽ നടന്ന CJP പ്രതിഷേധം ഇന്ന് അവസാനിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഉന്നയിച്ച 3 ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ പരിഹരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സമരത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പിന്മാറുന്നത്. എന്തൊക്കെയായിരുന്നു ആ 3 ഡിമാൻഡ്സ്? അതിൽ ഒന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ക്രമക്കേടും കൃത്രിമത്വവും ഇല്ലാത്ത രീതിയിൽ പരീക്ഷ നടത്തുമെന്നുള്ള ഉറപ്പ്, അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ആവശ്യവും പ്രധാന ആവശ്യവുമായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ രാജി, അത് ഇന്ന് നടപ്പായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു സമര വിജയത്തിന്റെ ക്രെഡിറ്റ് ഇപ്പോൾ CJPയിൽ നിന്ന് ഒരു ആത്മാവ് തട്ടിയെടുത്ത കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ സുഹൃത്തുക്കളെ, റൂഹിജാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇത്തവണ റൂഹിജാൻ പറയാനുള്ള കഥ ആസിഫയുടെ കഥയാണ്. ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് ആസിഫ എന്ന് പറയുന്ന കൊച്ചുകുട്ടിയുടെ ആത്മാവാണ് എന്നാണ് ഇന്ന് നമ്മുടെ റൂഹിജാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. Hi to everyone, hope you all are doing good. Today is a very special video that I would like to forward this video to our Honorable Prime Minister Narendra Modi. Sir, this video I am recording to reach out to you as soon as possible. I hope all of my subscribers or all the viewers who are seeing this video will help me to reach out this video to our Prime Minister Narendra Modi. Respected sir, my name is Shaina, referred as Rohijan. I have uploaded one video in 2024 regarding some messages that I want to forward to you, which I received from the Holy Spirit, but it didn't reach, so that I uploaded again in 2026 February in Kerala online media channel. So I will be putting that link in my description, which I have already uploaded before. So the reason it didn't reach, that is why I'm still taking the video. At least I pray to God, I wish these messages have to reach out to you, sir. And in my old videos I have already said that, sir, the important message which I want to pass to you is about the souls. You have a spiritual attack from the kids' souls, and that is from Asifa Banu. She wants justice in this world. Without getting justice in this world through you, she's not going to leave you, sir. That is for very clear, and it is very clear for me, not only Asifa Banu, along with Asifa Banu's soul, there is one more child, 2-year-old daughter, and that is Bilkis Banu child, which was killed during that riots. So they are not alone. There are lakhs and lakhs of souls which are supporting them to get justice for Asifa Banu in this world. സോ ഈ ഒരു വ്യക്തി ആരാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയില്ലായിരിക്കും. റൂഹിജാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ ഫേസ്ബുക്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്കാകും തന്നെ ഈ ഒരു വ്യക്തിയെ അറിയാണ്ട് വഴിയില്ല. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നടി ഷംന കാസിമിന്റെ ഒരു റിലേറ്റീവാണ്.
ഇവരിപ്പോൾ ആ ഒരു ഫാമിലിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും കീപ്പ് ചെയ്യുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. സോ ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏതൊരു വ്യക്തി മരണപ്പെട്ടാലും അവരുടെ ആത്മാവ് കാനഡ വഴി ഒന്ന് യാത്ര ചെയ്യാറുണ്ട്. കാരണം റൂഹി ജാൻ താമസിക്കുന്നത് കാനഡയിലാണ്. നിലവിൽ കൊല്ലം സുധിയുടെ ആത്മാവും റിഫ മെഹനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മാവും ഈ ഒരു റൂഹി ജാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ ആസിഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മാവും ഈ ഒരു റൂഹി ജാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. ഇതിനു മുൻപ് ഇവർ ഏതൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ഈ അടുത്തിടെയാണ് ഇവരെക്കുറിച്ച് അറിയാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ടോപ്പിക് എല്ലാം എടുത്ത് വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, അതിപ്പോഴും ആവർത്തിക്കുകയാണ്. പാരാനോർമൽ ആക്ടിവിറ്റി ഇല്ല എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല, അവയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ റൂഹി ജാന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഇതെല്ലാം തന്നെ ഇവർ ഊഹിച്ച് പറയുന്നതാണോ എന്നൊരു ഡൗട്ട് എനിക്ക് അന്നും ഇന്നും ഉണ്ട്. കാരണം ഇവർ പറഞ്ഞ പല കാര്യങ്ങളും ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണ്. ഈ ആസിഫയുടെ കാര്യമല്ല, രേണുസുധിയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് വിവാദം, അതുപോലെ തന്നെ സജനാനൂറുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കടത്ത് വിവാദം, ഇതെല്ലാം ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ഗണിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു ആത്മാവിന്റെ സപ്പോർട്ട് ഒരു വ്യക്തിക്കും ആവശ്യമില്ല. എന്നാലും ഇവരെ ഒരു ആത്മാവ് സഹായിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. എന്നാലും ഇപ്പോൾ ഇവർ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ പ്രകാരം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി നമ്മുടെ പാർട്ടിക്കാരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതല്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആസിഫ എന്ന് പറയുന്ന കുട്ടിയുടെ ആത്മാവ് നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെയും വേട്ടയാടുന്നുണ്ട്. ആ ഒരു വേട്ടയാടലിന്റെ പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതെന്നാണ് റൂഹി ജാൻ പറയുന്നത്. എന്നാലും റൂഹി ജാന് പറ്റിയ പേരാണ് നൗഷാദിക്ക് ഇട്ടിരിക്കുന്നത്, ഊഹി ജാൻ. എല്ലാം ഊഹിച്ചാണ് പറയുന്നത്. അപ്പൊ റൂഹി ജാനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്ര ദിവസം അവിടെ പോലീസിന്റെ തല്ലും കൊണ്ട് സമരവും ഇരുന്ന പിള്ളേര് ഇതിനകത്ത് മണ്ടന്മാരല്ലേ? ഇപ്പൊ നിങ്ങൾ അവരെ മണ്ടന്മാരാക്കുകയല്ലേ? കാരണം ഈ നമ്മുടെ കേരളത്തിലെ ഉൾപ്പെടെ മാധ്യമങ്ങൾ വിദ്യാർത്ഥികളെ തല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വാർത്തകൾ കൊടുത്തത് ഈ മലയാളികൾ എല്ലാവരും തന്നെ കണ്ടതാണ്. ആ മലയാളികളുടെ അടുത്തേക്ക് വന്നാണ് നിങ്ങൾ പറയുന്നത് ഈ ഒരു നരേന്ദ്രമോദി സർക്കാരിനെ കാലങ്ങളായിട്ട് ആസിഫയുടെ ആത്മാവ് വേട്ടയാടുന്നുണ്ടായിരുന്നു. അപ്പം എന്തിനാണ് നമ്മുടെ പാർട്ടിക്കാർ ജന്തർ മന്ദറിൽ സമരം കിടന്നത്? എന്തിനാണ് വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയത്? ചോദ്യങ്ങൾ കുറച്ചുണ്ടേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സമരം ചെയ്തവന്മാർക്ക് പട്ടിയുടെ വില പോലും റൂഹി ജാൻ ഇവരുടെ വീഡിയോയിൽ കൊടുക്കുന്നില്ല. എന്നാൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ അവർ നേടിയെടുത്തു. പക്ഷേ അതിന്റെ പേരിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളെ യാതൊരു തരത്തിലും ന്യായീകരിക്കാണ്ട് ഞാനില്ല. പക്ഷേ കഷ്ടപ്പെട്ട് സമരം ചെയ്ത് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തപ്പോഴത്തേക്ക് അതിന്റെ ക്രെഡിറ്റുമായിട്ട് ഒരു ആത്മാവ് പോകുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നുന്നു. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ പറയുന്ന സമരം ചെയ്ത് പോലീസിന്റെ അടിയും മേടിച്ച് പോലീസുകാരുടെ തലമണ്ടയ്ക്ക് കല്ലെറിഞ്ഞിട്ട് നിങ്ങൾ സമരം വിജയിപ്പിച്ചെടുത്തു. അതിന്റെ ക്രെഡിറ്റും കൊണ്ട് ഒരു ആത്മാവ് പോയല്ലോടാ. ഇതിലും പറഞ്ഞ നിങ്ങൾ വല്ല കടമറ്റത്ത് കത്തനാരെയൊക്കെ അടുത്തവണ വിളിക്കണം. എന്നിട്ട് ഈ പറഞ്ഞ ആസിഫയുടെയും റിഫയുടെയും കൊല്ലസുധിയുടെ ഒക്കെ ആത്മാക്കളെ എവിടെയെങ്കിലും പാലമരത്തെ പിടിച്ച് തളച്ചിട്ട് സമരം ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത സമരത്തിന്റെ ക്രെഡിറ്റ് എടുക്കാണ്ട് ചിലപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ആത്മാവ് പൊങ്ങി വരുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ മരിച്ച എല്ലാവർക്കും കൂടി ചേർത്ത് ഒരു ശേഷക്രിയ നടത്തിയ ശേഷം മാത്രമേ ആരെങ്കിലും ഇനി സമരവുമായിട്ട് രംഗത്തിറങ്ങാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ആത്മാവ് നിങ്ങൾ നേടുന്ന സമരവിജയത്തിന്റെ ക്രെഡിറ്റും തട്ടിയെടുക്കാണ്ട് വന്നേക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. ഇനി ഏതെങ്കിലും ഒരു സമരം തുടങ്ങുന്നതിന് മുൻപ് ഒരു ഗണപതി ഹോമവും പിന്നെ ഈ നെഗറ്റീവ് ശക്തികളെ പോസിറ്റീവ് ശക്തികളെയൊക്കെ ആവാഹിച്ച് ഏതെങ്കിലും കലങ്ങളിലൊക്കെ ആക്കി വെക്കുക. അതിനുശേഷം മാത്രം സമരം ചെയ്യുക. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? ഇങ്ങനെ കഷ്ടപ്പെട്ട് സമരം നടത്തുന്ന ആളുകളുടെ എല്ലാം ക്രെഡിറ്റും തട്ടിക്കൊണ്ട് ആത്മാക്കൾ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിൽ എന്തിനാണ് ഇത്രയധികം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ? ആത്മാക്കൾ നാളെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഓരോ മന്ത്രിയുടെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് അവന്റെ രാജിക്കത്തും എഴുതി മേടിച്ചാൽ പോരെ? ഒരു സംശയമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോലീസ് കേസെടുത്താൽ അത് ആത്മാവിന്റെ വിജയം. കൊലപാതക കേസ് അന്വേഷിക്കേണ്ട ആത്മാവ്, സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കേണ്ട ആത്മാവ്, ക്യാൻസർ അങ്ങോട്ട് സമ്മാനിച്ചിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയുടെ ആത്മാവ്. ഈ ആത്മാവിനൊന്നും വേറെ പണിയില്ലേ? ഇങ്ങനെയുള്ള ആത്മാക്കൾ മുഴുവൻ ഭൂമിയിൽ കറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെങ്ങോട്ട് പോകും? സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോ കാണുന്ന എന്റെ സുഹൃത്തുക്കളോട് ദൈവത്തെ ഓർത്ത് തെറി പറയില്ലേ.
എൻ്റെ ഗതികേടാണ് ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് വെച്ച് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ടോപ്പിക് ഒഴിവാക്കിയതായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ഒരു ആത്മാവിന് പോലും കണ്ടെത്താൻ പറ്റാത്ത ഒരു ആത്മാവായിട്ട് ഞാൻ മാറി എന്ന് പറഞ്ഞത്. അത് ഈ റൂഹിജാനെ കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ് കൊല്ലം സുധിയുടെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ മർദ്ദിക്കുകയും അദ്ദേഹത്തിന് കൊങ്ങേലി കുത്തിപ്പിടിക്കുകയും ചെയ്തു എന്നൊരു വെളിപ്പെടുത്തൽ NR റോസ്റ്റ് എന്ന് പറഞ്ഞ ചാനലിൽ വന്നു. ഇതേ തുടർന്ന് ഞാൻ, അനീഷ് ബ്ലോഗ്, NR റോസ്റ്റിലെ ഹോസ്റ്ററായിട്ടുള്ള റസീന ചേച്ചി, അവർ രണ്ടുപേരും അതായത് റസീന ചേച്ചി നൗഷാദിക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവർ ടുഗദർ ലൈവ് ആണ് വരുന്നത്. ആ ടുഗദർ ലൈവിനകത്താണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതിനുശേഷം റസീന ചേച്ചി NR റോസ്റ്റിനകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയും എല്ലാം വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ നമ്മുടെ ആത്മാവ് കണ്ടത് റസീന ചേച്ചിയുടെ ഈ പറയുന്ന അനീഷിന്റെ വീഡിയോ മാത്രമാണ്. ടുഗദർ ലൈവിൽ വന്ന നൗഷാദിയെ കണ്ടില്ല. അതേപോലെ തന്നെ അതേ കണ്ടന്റ് എടുത്ത് വെച്ച് വീഡിയോ ചെയ്ത് എന്നെയും ആത്മാവ് കണ്ടില്ല. ബാക്കിയുള്ള ആളുകളെല്ലാം കണ്ടായിരുന്നു. ഇതിന്റെ ഒരു പരാതി പറയാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതാണ്. ആ കൂട്ടത്തിൽ ഈ ഒരു വീഡിയോ കൂടി. സോ ഓക്കെ, ബൈ.